Dear students, ഇപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ കുറച്ച് അല്പം ഈസി ആയിട്ടുള്ള ചില ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നാൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് പഠിക്കുക, എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ വെക്റ്റർ ആൻഡ് സ്കേലാർ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി, സ്കേലാർ ക്വാണ്ടിറ്റി നമുക്കറിയാം. വെക്റ്റർ ക്വാണ്ടിറ്റി ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, ബട്ട് സ്കേലാർ ക്വാണ്ടിറ്റി ഹാസ് മാഗ്നിറ്റ്യൂഡ് ഓൺലി. ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റി can be 1 or 2 or 3 dimensional. സ്കേലാർ ക്വാണ്ടിറ്റി ഈസ് 1 dimensional. പിന്നെ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ് വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്. അതുപോലെ തന്നെ സ്കേലാർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ് സ്പീഡ്, ഡിസ്റ്റൻസ്, എക്സെട്ര. ഓക്കെ, നമ്മളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. ദാറ്റ് ഈസ്, ഇഫ് ടു ഫോഴ്സസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം, then the resultant of these forces will be the diagonal of parallelogram. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ R equal to root of p square plus q square plus 2pq cos theta. റിസൾട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക, കാരണം പ്രോബ്ലം എന്തായാലും ഈ ഒരു ഏരിയ വെച്ചിട്ട് വരും, ഷുവറാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. ട്രാൻസ്മിസിബിലിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദി കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം റിമെയിൻസ് അൺചേഞ്ച്ഡ് when the point of application of force transmitted from one point to another along its line of action. Okay, condition of equilibrium remains unchanged when the point of application of force transmitted from one point to another along its line of action. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, സ്റ്റേറ്റ് വാരിഗ്നൻസ് തിയറം. വാരിഗ്നൻസ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മൊമെൻ്റ് ഓഫ് റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് മൊമെൻ്റ് ഓഫ് ദി കമ്പോണൻസ് ഓഫ് ദാറ്റ് ഫോഴ്സസ്. ഓക്കെ, മൊമെൻ്റ് ഓഫ് റിസൾട്ടൻ്റ് ഓഫ് എ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ദി കമ്പോണൻസ് ഓഫ് ദാറ്റ് ഫോഴ്സ്. ഇതാണ് വാരിഗ്നൻസ് തിയറം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അഞ്ചാമത്തത്, എക്സ്പ്ലെയിൻ ലാമിസ് തിയറം. That is, if three forces acting at a point are in equilibrium, then each force will be proportional to the sine of angle between other two. That is, A by sin alpha equal to B by sin beta equal to C by sin gamma. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ 3 ആംഗിളും 3 ഫോഴ്സും വെച്ചിട്ടുള്ള ഏതൊരു പ്രോബ്ലം ആണെങ്കിലും അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുണ്ടാവുക ലാമിസ് തിയറാണ്. അപ്പോൾ പ്രോബ്ലത്തിലും ഒക്കെ ലാമിസ് തിയറം വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ലാമിസ് തിയറം വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവുക പരീക്ഷയ്ക്ക് പോകുമ്പോൾ. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ഡിഫറെൻറ്റ് ഫോഴ്സ് സിസ്റ്റം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും അതുപോലെ തന്നെ 7 മാർക്ക് ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതിൽ പല ടൈപ്പ് ഫോഴ്സ് സിസ്റ്റം ഉണ്ട്. ഒന്നാമത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്ലനാർ ഫോഴ്സസ്. കോപ്ലനാർ ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ആക്ട്സ് ഓൺ സെയിം പ്ലെയിൻ. ദെൻ നോൺ കോപ്ലനാർ ഫോഴ്സ്, ദാറ്റ് ഈസ് ഫോഴ്സ് ഡു നോട്ട് ആക്ട് ഓൺ ദി സെയിം പ്ലെയിൻ. മൂന്നാമത്തത് കൊളീനിയർ ഫോഴ്സ്. കൊളീനിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ട്സ് ഇൻ സെയിം ലൈൻ. ആൻഡ് കൺകറൻറ്റ് ഫോഴ്സ്. കൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പാസസ് ത്രൂ സെയിം പോയിൻറ്റ്. അതുപോലെ തന്നെ വരുന്നതാണ് നോൺ കൺകറൻറ്റ് ഫോഴ്സ്. നോൺ കൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സസ് ഡു നോട്ട് മീറ്റ് അറ്റ് ദി സെയിം പോയിൻറ്റ്. അടുത്ത ഏഴാമത്തത്, റൈറ്റ് എ നോട്ട് ഓൺ ബീംസ്. ബീംസ് ആൻഡ് സപ്പോർട്ടിൽ വരുന്നതാണ്. ബീം എന്ന് പറഞ്ഞാൽ ബീം ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രക്ചർ മെമ്പർ ടു ക്യാരി ലോഡ്. അതിൽ വരുന്ന ഒരു ടൈപ്പ് ബീമാണ് സിംപിളി സപ്പോർട്ടഡ് ബീം. സിംപിളി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞാൽ സപ്പോർട്ടഡ് അറ്റ് ബോത്ത് എൻഡ്, ഇറ്റ് അലോ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്. പക്ഷേ ഇത് രണ്ട് അറ്റത്തും സപ്പോർട്ട് ഉണ്ടെങ്കിലും ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് പോസിബിളാണ്. മറ്റൊരു ടൈപ്പാണ് കണ്ടിന്യൂസ് ബീം.
കണ്ടിന്യൂസ് ബീം സിംപ്ലി സപ്പോർട്ടഡ് ബീം പോലെ തന്നെയാണ്, ബട്ട് ഇറ്റ് ഹാസ് മോർ ദാൻ 2 സപ്പോർട്ട്സ്. ദെൻ മൂന്നാമത്തെ ടൈപ്പാണ് കാൻഡിലിവർ ബീം. കാൻഡിലിവർ ബീം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫിക്സഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഫ്രീ അറ്റ് അതർ എൻഡ്. അപ്പോൾ ഒരു എൻഡിന് ഏത് ഡയറക്ഷനിൽ വേണേലും മൂവ്മെൻറ്റ് നടക്കും. ദെൻ നാലാമത്തെ ടൈപ്പാണ് ഫിക്സഡ് ബീം. ഫിക്സഡ് ബീം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫിക്സഡ് അറ്റ് ബോത്ത് എൻഡ്. അപ്പോൾ ഇതിൽ പിന്നെ മൂവ്മെൻ്റ് ഒന്നും നടക്കാത്ത ബീമാണ് ഫിക്സഡ് ബീം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ഫ്രിക്ഷൻ. Friction is the resistive force act between two surfaces on contact. Then types of friction: static friction and sliding friction, rolling friction, fluid friction. അതുപോലെ തന്നെ അതിൽ വരുന്നതാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഹെൽപ്സ് ടു വാക്ക്, ഇറ്റ് റെസ്പോൺസിബിൾ ഫോർ മോഷൻ ആൻഡ് ബേണിംഗ് ഓഫ് ആസ്ട്രോയിഡ് ഇൻ അറ്റ്മോസ്ഫിയർ ഇസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഈ ഫ്രിക്ഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസസ് അൺനെസസറി ഹീറ്റ്, വേസ്റ്റേജ് ഓഫ് എനർജി ആൻഡ് ഇറ്റ് സ്ലോ ഡൗൺ ദി മോഷൻ. ഓക്കെ, നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എഴുതിയത് റൈറ്റ് ദി ലോസ് ഓഫ് ഫ്രിക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. That is, it acts in opposite direction to the body moves and it is equal to the applied force up to limiting force, friction. And friction is dependent on nature of the surface and friction is independent of area of contact. And kinetic friction is independent of velocity. നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റേറ്റ് ഹുക്സ് ലോ. ഹുക്സ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, ദാറ്റ് ഈസ് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, ദാറ്റ് ഈസ് എഫ് ഡിവൈഡഡ് ബൈ എ ഈക്വൽ ടു ഇ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ. എഫ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അപ്ലൈഡ് ഫോഴ്സ് ആണ്, എ പറഞ്ഞാൽ ഏരിയ, ഡെൽറ്റ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചിങ് ലെങ്ത്ത് ആൻഡ് എൽ ഒറിജിനൽ ലെങ്ത്ത്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് മോഡുലസ്, യങ്സ് മോഡുലസ് എന്നൊക്കെ പറയും. ഓക്കെ, അടുത്തത് ഡിസ്ക്രൈബ് ദ ടേംസ്. പോയ്സൺസ് റേഷ്യോ. പോയ്സൺസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ. അപ്പോൾ തന്നെ യങ്സ് മോഡുലസ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് മോഡുലസ്. ഇലാസ്റ്റിക് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. അപ്പോൾ തന്നെ വരുന്നതാണ് റിജിഡിറ്റി മോഡുലസ്. റിജിഡിറ്റി മോഡുലസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ. വോളിമെട്രിക് സ്ട്രെയിൻ. വോളിമെട്രിക് സ്ട്രെയിൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് ഈക്വൽ ടു നോർമൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ. ഇത്രയും ടേംസ് ഇങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്, നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചതാണ്. ഇറ്റ് ഇസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് ദി മെറ്റീരിയൽ ടു റീറ്റെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. Then plasticity. Plasticity is the ability to undergo permanent deformation. Ductility. Ductility is the ability to drawn into thin wires. Brittleness. Brittleness is the property of the material undergo fracture. Then malleability. Malleability is the ability to be hammered or rolled into thin sheets. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിക്കുക. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മളെ പുതിയ റിവിഷനാണ്. അപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറേ നമ്മളെ കയ്യിലുള്ളൂ. അപ്പോൾ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ഈ പ്രാവശ്യത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അതിൻ്റെ ആൻസർ കീ ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.